കേരള സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ IEC വാൻ എന്ന പേരിൽ ഒരു KSRTC ബസ് ഡിസൈൻ ചെയ്ത് ഓഗസ്റ്റ് 12 മുതൽ 25 വരെ കേരളത്തിലെ എല്ലാ ജില്ലയിലൂടെയും കടന്നുപോയിരുന്നു. അവസാന ദിവസം അത് കളമശ്ശേരിയിലെത്തിയപ്പോൾ ഞാൻ അവിടെ പോയി വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ എയ്ഡ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ HIV കുറിച്ചോ ഏതെങ്കിലും തരത്തിൽ സംശയമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അവിടെ പല പ്രമുഖർ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടോ. HIV രോഗബാധത്തെ പ്രതിരോധിക്കുകയും അത് നിയന്ത്രണാതീതമായി കൊണ്ടുവരികയും ഈ രാജ്യത്തെ സമ്പൂർണ്ണമായും HIV വിരുദ്ധ മേഖലയായി രാജ്യമായി മാറ്റുന്നതിനുള്ള തീവ്രമായ പരിശ്രമമാണ് 2030 മുമ്പായി നടപ്പാക്കണം എന്ന് ലോകരാഷ്ട്രം തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ എന്നാൽ കേരളത്തിൽ അതിനെ കൂടി അല്പം കൂടി മുന്നോട്ട് പോയിക്കൊണ്ട് HIV രോഗബാധിതരെ കണ്ടെത്തുവാനും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും സമ്പൂർണ്ണമായ ഇടപെടലിൻ്റെയും പ്രവർത്തനങ്ങളുടെ ഫലമായി 2025 കേരളത്തിൽ സമ്പൂർണ്ണമായി 0 എത്തിക്കുക എന്ന ശ്രമകരമായ ഒരു പ്രവർത്തനമാണ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. കാരണം ആദ്യം HIV ബാധിതരെ കണ്ടെത്തുവാനുള്ള ഒരു ശ്രമം നടത്തുക, അത് 95 എത്തിക്കുക. HIV ബാധിതരെ കണ്ടെത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ നടത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പാക്കുക, അത് 95 എത്തിക്കുക. ഒപ്പം ഇവർക്ക് ആവശ്യമായവർക്ക് ചികിത്സ കൊടുക്കുകയും സമൂഹത്തിനകത്ത് ബോധവൽക്കരണം നടത്തിക്കൊണ്ട് യാതൊരു കാരണവശാലും ഇത്തരത്തിലുള്ള HIV രോഗബാധ കേരളത്തിനകത്ത് വ്യാപിക്കാൻ ഇടവരുന്ന യാതൊരു സാഹചര്യം ഉണ്ടാകരുത് എന്ന തീവ്രമായ പരിശ്രമത്തിൻ്റെയും ഇടപെടലിൻ്റെ ഭാഗമായി അതിനെയും 95 എത്തിക്കുക. അങ്ങനെ ഈ ശ്രമം 0 എത്തിച്ച് 2025 കേരളത്തെ സമ്പൂർണ്ണമായി HIV ബാധ ഇല്ലാത്ത ഒരു സംസ്ഥാനമാക്കി മാറ്റുക എന്ന തീവ്രമായ ഒരു പരിശ്രമമാണ് സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും കൈകോർത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഒരുപാട് NGO ഇതോട് സഹകരിക്കുന്നുണ്ട് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുമായി. അതുകൊണ്ടാണ് മിസ് ഇന്ത്യ സുരക്ഷ ട്രക്കർ പ്രോജക്റ്റ്. അങ്ങനെ ഈ ജില്ലയിൽ തന്നെ വിവിധ ഏജൻസികൾ പ്രവർത്തിക്കുന്നു. കേരളത്തിലുടനീളം ഇത്തരത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന NGOയുടെ സഹകരണത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ്, സന്നദ്ധ സംഘടനകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഒക്കെ കൈകോർത്തുകൊണ്ടുള്ള തീവ്രമായ പരിശ്രമത്തിലൂടെ കേരളത്തെ ആരോഗ്യപരമായി ഉള്ള ഒരു രാജ്യമാക്കി സംസ്ഥാനമാക്കി മാറ്റുവാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ഈ ജീവൻ ജ്യോതി യാത്രയുടെ പര്യടനം. ഈ ബോധവൽക്കരണത്തിലൂടെ, കോണ്ടം വിതരണത്തിലൂടെ, HIV പരിശോധനയിലൂടെ ഈ കേരളത്തെ സമ്പൂർണ്ണമായി കൈപിടിച്ചുയർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീവ്ര ശ്രമത്തിന്റെ ഭാഗത്തിൽ എല്ലാവരും പങ്കാളികളാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് നേതൃത്വം കൊടുക്കുന്ന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിക്കും ലിസ് ഇന്ത്യ ട്രക്കർ പ്രൊജക്ടിനും ഇതിന്റെ സംഘാടകർക്കും പ്രവർത്തകർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. HIV പരിശോധന നമ്മളെല്ലാവരും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വന്ന് എല്ലാവരും ടെസ്റ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ HIV നമുക്ക് വന്നുപോയി എന്ന് കരുതി ആരും പേടിക്കേണ്ടതില്ല. ഇന്ന് അതിന് സൗജന്യമായി മരുന്ന്, സൗജന്യമായി ടെസ്റ്റ് നടത്തുന്നുണ്ട്. ആദ്യകാലങ്ങളിലൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. മെഡിസിൻ പോലും കിട്ടാതെ മരണപ്പെട്ടിരുന്നു ആദ്യകാലത്ത്. ഇപ്പം മെഡിസിൻ കഴിച്ചില്ലെങ്കിൽ ആ ഡേറ്റിന് വരുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ അതുപോലെ തന്നെ എല്ലാവരും വിളിച്ചു ചോദിക്കുന്നു, മെഡിസിൻ കഴിച്ചോ, ഡേറ്റ് ആയല്ലോ, സമയമായല്ലോ. കൃത്യസമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ, ഈ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. പണ്ട് കാലത്തൊന്നും പറയാനില്ല, മരിക്കുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പേടിയുണ്ട്. ഇന്ന് വരുന്നവരും ചോദിക്കും, ഞങ്ങൾ എത്ര നാൾ ജീവിച്ചിരിക്കും, എത്ര നാൾക്ക് ഞങ്ങൾക്ക് ആയുസുണ്ട് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഓരോരുത്തരും ഇപ്പോഴും വരുന്നത്. ഭയപ്പാട് മാറിയിട്ടില്ല ആളുകൾക്ക്. പക്ഷേ ഇന്നിപ്പോൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. 30 കൊല്ലമായി ഈ മെഡിസിൻ കഴിക്കുന്നു, HIV ബാധിതനാണ്, യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഈ മനുഷ്യന് ഇല്ല എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ നമ്മളുടെ ഇടയിൽ മെമ്പർമാരുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ വരുന്നവർക്ക് മനധൈര്യം കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളെപ്പോലെയുള്ളവർ പറഞ്ഞ് കൗൺസിലിങ് കൊടുത്ത്, ചിലർ വന്ന വഴി എനിക്ക് നടക്കാൻ പോലും ആവതില്ലാതെ ആയിരിക്കുള്ളൂ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ആ മനുഷ്യൻ 1 മാസം കൃത്യമായി മരുന്ന് കഴിക്കുന്നതിലൂടെയും കൃത്യമായി പറയുന്നതനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നതിലൂടെയും 1 മാസം ആകുമ്പോഴേക്കും ഞാൻ കറക്റ്റായിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നു എന്ന് സന്തോഷത്തോടു കൂടി പറയുന്നവരുണ്ട് മിക്കവരും. അതെന്ന് പറയുന്നത് മരുന്ന് നമ്മൾ കൃത്യമായിട്ട് കഴിക്കാൻ നോക്കുക, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മരുന്ന് കഴിക്കുമ്പോൾ ചോദിക്കും, മരുന്ന് മാത്രം കഴിച്ചാൽ മതിയോ? അതുപോരാ. അതേപോലെ തന്നെ ഭക്ഷണങ്ങൾ കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അപ്പം ഹോസ്പിറ്റലിലോ ആരോഗ്യ പ്രവർത്തകരെയോ വിളിച്ച് വിവരം പറയുക. പൂർണ്ണമായും വർഷങ്ങളോളം ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിക്കും.
പിന്നെ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം വരുമ്പോൾ ടെസ്റ്റിന് വേണ്ടിയിട്ട് വന്ന് സൗജന്യമായി ടെസ്റ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. കോണ്ടം വിതരണം എന്ന് പറയുന്നത് അത് അവജ്ഞയോടുകൂടി നോക്കിക്കാണുന്നൊരു സ്ഥിതി നമ്മളിപ്പോഴും ഇപ്പം കോണ്ടം ഇവിടെ പ്രദർശിപ്പിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നെടുക്കാം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രതികരണം മലയാളി സമൂഹത്തിൽ അങ്ങനെയാണ്. ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ ഞങ്ങൾ വേൾഡ് യൂത്ത് ഫെഡറേഷൻ്റെ ഒരു കോൺഫറൻസിന് ലോകത്തെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലെയും യുവജന നേതാക്കന്മാർ പങ്കെടുത്ത വേൾഡ് യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സൗത്ത് ആഫ്രിക്കയിൽ ഞങ്ങൾ പോവുകയുണ്ടായി. കേരളത്തിൽ നിന്ന് ഇന്നത്തെ മന്ത്രിമാരടക്കമുള്ള എല്ലാ യുവജന പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കന്മാരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നൊരു കൗതുകം, ഈ കോൺഫറൻസ് നടക്കുന്ന സ്ഥലത്ത് അതിൻ്റെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ അതുപോലെ തന്നെ നമ്മുടെ അക്കോമഡേഷൻ, നമ്മുടെ ഫുഡ് കൂപ്പൺ, നമ്മുടെ ഗൈഡിൻ്റെ അറിയിപ്പുകൾ, താമസ സൗകര്യം ഇതൊക്കെ തരുന്നതോടൊപ്പം അവർ ഒരു 5 കോണ്ടം കയ്യിലേക്ക് എറിയാണ്. നമ്മൾ അത് വളരെ മനോഹരമായ പാക്കാണ്, ബിസ്ക്കറ്റാണ് തരുന്നത് ആദ്യം, പക്ഷെ നോക്കുമ്പോഴാണ് കോണ്ടമാണ്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് യുവജനങ്ങൾ സമ്മേളിക്കുന്ന വലിയ ഒരു ഫ്രീ ലൈഫിന്റെ ഒരു വാതായനം തുറന്നിടുന്ന സ്ഥലമാണത്. കേരള സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എറണാകുളം ജില്ലയ്ക്കകത്ത് എയ്ഡ്സിനെതിരെയുള്ള ബോധവൽക്കരണ ക്യാമ്പയിനും HIV പരിശോധനയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ജില്ലക്കകത്ത് ആരംഭിച്ചിട്ടുള്ള കഴിഞ്ഞ 12-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുള്ള ഈ വാഹന പര്യടനം ഇന്ന് ഇവിടെ സമാപിക്കുകയാണ്. ഇവിടെ ജീവൻ ജ്യോതി യാത്രയുടെ ഭാഗമായി 2030 ഈ എയ്ഡ്സ് എന്ന മഹാരോഗം തുടച്ചു നീക്കുവാൻ പ്രവർത്തിക്കുന്ന ലീസ് ഇന്ത്യ സുരക്ഷാ ട്രക്കേഴ്സിൻ്റെ പ്രവർത്തനം ഏതാണ്ട് 20 വർഷത്തോളം ആയി. ഇതിൻ്റെ തുടക്കം ഒരു വാടക കെട്ടിടം ഞാനാണ് ആദ്യം ഇവിടെ മുട്ടത്ത് കൊടുക്കുന്നതും അതോടനുബന്ധിച്ച് പലവിധ പദ്ധതികൾ ഇവിടെ നടപ്പാക്കുകയും പല നാട്ടിൽ നിന്ന് ആന്ധ്രയിൽ നിന്നോ മഹാരാഷ്ട്രയിൽ നിന്നോ തമിഴ്നാടിൽ നിന്നോ ഡ്രൈവർമാരുടെ അസുഖങ്ങൾ കണ്ടുപിടിക്കാനും അവരുടെ അസുഖത്തെപ്പറ്റി രഹസ്യമായിട്ടാണെങ്കിലും അവരുടെ കുടുംബത്തെ അറിയിക്കുകയും വീണ്ടും ഒരു ഇതിലേക്ക് പോകാതിരിക്കാനും ദീർഘകാലം ജീവിക്കാനുമുള്ള ഉപാധികളെല്ലാം പറഞ്ഞു കൊടുക്കാനും ഈ ലീസ് ഇന്ത്യയിൽ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രവർത്തനം ഇനിയും നീർനാൾ വാഴട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാവർക്കും ഇവിടെ കൂടിയ തമിഴ്നാട് അണ്ണാവൊക്കെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം മഹാരാഷ്ട്രക്കാരുണ്ടോ, മഹാരാഷ്ട്ര ഡ്രൈവേഴ്സ് ക്ലീനർ എല്ലാവർക്കും ആശംസ നിർത്തുന്നു. നന്ദി, നമസ്കാരം. हिंदी തന്നെ പറയാലോ. माय ड्राइवर्स प्लीज मेरा एक कोचिंग का बारे में सब लोग सत्यन हिंदी में बताया होगा, फिर भी बोल रहे एड्स महामारी बहुत कचरा आप सबको मालूम है. महाराष्ट्र के अंदर भी बहुत आदमी को ये लोग पकड़ के घर में बताया एड्स के बारे में, दवा दे दिया, सब दे दिया. अभी इधर कोचिन में ऐसा लफड़ा नहीं है, फिर भी रास्ते में ऐसा आड़ा तेड़ा काम तुम लोग याद रखना. अगर कुछ हो गया तो इधर कॉन्डम के बारे में भी बात करते, सब लेके करना ऐसा करने का. घर का बारे में आपका घर का बारे में सोच के काम करने का. अपना बच्चा लोग सब लोग को याद रखे ये काम करने का बात करके रखते. मेरा सबको आशीर्वाद करते. നന്ദി, നമസ്കാരം. ജീവൻ ജ്യോതി യാത്രയുടെ ഒരു ഫ്ലാഗ് ഓഫ് ഇതിന് ശേഷം, അതായത് എറണാകുളം ജില്ലയിൽ ഇന്ന് അവസാന ദിവസമാണ്. 14 ജില്ലകളിലും കൂടി കടന്നു വന്നിട്ടാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പം ഇതൊരു സന്ദേശയാത്രയാണ് പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒപ്പം HIV ടെസ്റ്റുമുണ്ട്. ഈ ജാഥയ്ക്ക് ആവശ്യമായ പിന്തുണ നൽകുന്ന ഈ 14 ജില്ലകളിലൂടെ കടന്നു പോകുന്ന ഈ KSRTC ബസ്സിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും നമ്മോടൊപ്പം ഉണ്ട്. വളരെ
ഒരു സംഘാടകരായിട്ടാണ് അവർ ഈ പ്രോഗ്രാമിൽ നിൽക്കുന്നത്, അല്ലാതെ വെറുതെ ബസ് ഓടിക്കുന്ന ആൾക്കാരായിട്ടല്ല. വളരെ അവർ ഈ പ്രോഗ്രാം എല്ലാം കോർഡിനേറ്റ് ചെയ്യുകയും ഞങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളെല്ലാം തരികയും ചെയ്യുന്നുണ്ട്. അപ്പം അവർക്കും എല്ലാം നന്ദിയും രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ ഈ പ്രോഗ്രാമിന് സ്വാഗതം പറഞ്ഞ സത്യൻ ചേട്ടൻ ഞങ്ങളുടെ സീനിയറായിട്ടുള്ള പ്രവർത്തകനാണ്, അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തത് ഇവിടെയുള്ള എല്ലാ വ്യാപാരി സമൂഹങ്ങൾ നമുക്ക് നിന്ന് സപ്പോർട്ട്, നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഇവിടുത്തെ നാട്ടുകാർ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി ഈ ഫ്ലാഗ് ഓഫ് ചടങ്ങാണ്. ഫ്ലാഗ് ഓഫിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട സക്കീർ ഹുസൈൻ അതേപോലെ എല്ലാ വിശിഷ്ട അതിഥികളെയും ഈ വാഹനത്തിൻ്റെ മുൻഭാഗത്തേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് HIV ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ HIV പരിശോധനയെക്കുറിച്ചോ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പറായ 1097 കോൺടാക്ട് ചെയ്യാം. ഞാൻ കോൺടാക്ട് ചെയ്ത് നോക്കിയാണ്. നമുക്ക് മറ്റ് ടോൾ ഫ്രീ നമ്പർ പോലെയല്ല, ഉടൻ തന്നെ കോൾ കണക്റ്റ് ആവും. ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഹിന്ദിയിലോ നിങ്ങൾക്ക് ഏത് ഭാഷയിലും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. നിങ്ങളുടെ വിവരങ്ങളെല്ലാം രഹസ്യമായിരിക്കും. അടുത്ത സ്റ്റെപ്പ് എന്ത് വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ശരിയായിട്ടുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കാം.